ബാക്ക് ടു കേരള ടെക് അക്കാഡമി. ടെക് അക്കാഡമിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCRന്റെ 4th ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. സോ SCRനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. SCR, ട്രയാക്ക്, അതുപോലെ GTO, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വിച്ച് നമ്മുടെ സിലബസ് പ്രകാരം നമ്മൾ പോവാണ്. അപ്പോൾ ആക്ച്വലി 2-3 ദിവസം ആയിട്ട് കുറച്ച് ക്ലാസ്സസ് ഡിലേ വന്നിരുന്നു. വേറെ ഒന്നുമില്ല, ഞങ്ങളൊക്കെ വർക്കിംഗ് പ്രൊഫഷണൽ ആയ കാരണം വർക്കിങ്ങിലായിരുന്നു, മീൻസ് കുറച്ച് വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു. സോ അതിന്റെ ഒരു തിരക്കിലായിരുന്നു. സോ അത് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു വീഡിയോ ഇടാത്തതിന്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാം. നമ്മൾ നിർത്തിയത് SCRന്റെ ട്രിഗറിംഗ് മെത്തേഡ്സിലാണ്. അപ്പോൾ SCRന്റെ ട്രിഗറിംഗ് മെത്തേഡ്സിൽ നമ്മൾ പഠിച്ച 2 ട്രിഗറിംഗ് പഠിച്ചു, വോൾട്ടേജ് ട്രിഗറിംഗും ഗേറ്റ് ട്രിഗറിംഗും. അപ്പോൾ കൂടാതെ മെയിൻ ആയിട്ട് SCRന് 5 ട്രിഗറിംഗ് മെത്തേഡ്സുകളാണ് മെയിൻ ആയിട്ട് ഉള്ളത്. അപ്പോൾ ഫസ്റ്റത്തെയാണ് വോൾട്ടേജ് ട്രിഗറിംഗ് മെത്തേഡ്, രണ്ടാമത്തെയാണ് ഗേറ്റ് ട്രിഗറിംഗ് മെത്തേഡ്, മൂന്നാമത്തെയാണ് dV/dt ട്രിഗറിംഗ് മെത്തേഡ്, പിന്നെ ലൈറ്റ് ട്രിഗറിംഗ് മെത്തേഡ്, ആൻഡ് ദ ഫൈനൽ ഈസ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ തെർമൽ ട്രിഗറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. അപ്പോൾ നമ്മൾ 5 എണ്ണം നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ ട്രിഗറിംഗ് മെത്തേഡ്സിലാണ് നിർത്തിയത്. വോൾട്ടേജ് ട്രിഗറിംഗ് പഠിച്ചു, അതേപോലെ ഗേറ്റ് ട്രിഗറിംഗ് പഠിച്ചു, അതേപോലെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് dV/dt ട്രിഗറിംഗ് അല്ലെങ്കിൽ ലൈറ്റ് ട്രിഗറിംഗ്, പിന്നെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ തെർമൽ ട്രിഗറിംഗ്. അപ്പൊ മെയിൻ ആയിട്ട് ഈ 5 ട്രിഗറിംഗ് മെത്തേഡ്സ് മനസ്സിൽ വെക്കുക. ഏതൊക്കെയാണ്? വോൾട്ടേജ് ട്രിഗറിംഗ്, ഗേറ്റ് ട്രിഗറിംഗ്, പിന്നെ dV/dt ട്രിഗറിംഗ്, ലൈറ്റ് ട്രിഗറിംഗ് ആൻഡ് ടെമ്പറേച്ചർ ബാർ അല്ലെങ്കിൽ തെർമൽ ട്രിഗറിംഗ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ എന്താണ് dV/dt ട്രിഗറിംഗ് മെത്തേഡ്? dV/dt ട്രിഗറിംഗ് നമുക്കറിയാം, യു ഹാവ് ദിസ്, ഇതാണ് നമ്മുടെ SCRന്റെ 4 layers. യു ഹാവ് 3 junctions, J1, J2, J3, and you know the mode is forward blocking mode. നമുക്ക് forward blocking mode forward conduction മോഡിലേക്ക് വരണം. So how will you go from forward blocking mode to forward conduction mode? You have to break down this junction J2. So how will you break down the junction J2? എങ്ങനെ നമുക്ക് J2 എന്ന് പറഞ്ഞ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ചെയ്യാം? സോ യു നോ, നമുക്കറിയാം ഈ ജംഗ്ഷൻ എല്ലാം ഒരു കപ്പാസിറ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ദ J2 is acting like a capacitor. Like, you know, നമുക്കൊരു ഡിപ്ലീഷൻ ലെയർ ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ജംഗ്ഷൻ. സോ ഇറ്റ് ആക്ട് ലൈക്ക് എ കപ്പാസിറ്റർ. യു സീ ദ വാല്യൂ ഓഫ് ദ കപ്പാസിറ്റർ അല്ലെങ്കിൽ ദ കപ്പാസിറ്റൻസ് ഓഫ് ദ ജംഗ്ഷൻ ഇസ് C. സോ നമുക്ക് എങ്ങനെ എഴുതാം? IC equal to C into dV/dt. So this C is constant. You have the dynamic quantity dV/dt. So if you change this dV/dt, what happens? This IC, dV/dt കൂടുതലായി കഴിഞ്ഞാൽ this IC will shoot up. So if IC shoots up beyond the latching current IL of the SCR, നമുക്കറിയാം എന്താണ് IL, എന്താണ് ലാച്ചിങ് കറന്റ്, എന്താണ് ഹോൾഡിംഗ് കറന്റ് വ്യക്തമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. So please go and refer to the last class. So if this IC went beyond the latching current IL, so what happens? This junction get to break down and the SCR starts to conduct, and എന്താണ്, it will go from forward blocking mode to forward conduction മോഡിലേക്ക് മൂവ് ചെയ്യും. Okay, got the point? So how will you change this dV/dt? See, നമ്മൾ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, you know this is anode, cathode. So ഈ anode to cathode അക്രോസ് ഉള്ള വോൾട്ടേജ് if you are slowly increasing, what happen? Slowly increasing, അതായത് dt means ചെറിയ സമയത്ത് കൂടുതൽ വോൾട്ടേജിന് ചേഞ്ച് ഉണ്ടായാൽ what happens? See, the denominator is lesser than the numerator. What happens? This value will be more. So ചെറിയ സമയത്ത് നമ്മൾ കൂടുതൽ വോൾട്ടേജ് വേരി ഉണ്ടായി കഴിഞ്ഞാൽ what happens? The dV/dt will be more. If the dV/dt is more, IC will be more. If the IC is greater than, note that if IC is greater than IL, it will go from forward blocking mode to forward conduction mode. So this is how your SCR will turn on using dV/dt triggering. അപ്പോൾ dV/dt triggering മനസ്സിലായി വിചാരിക്കുന്നു. Now the next is light triggering method. Nothing, light triggering method എന്ന് പറഞ്ഞാൽ you will give photons അല്ലെങ്കിൽ light energy to that junction. നമ്മൾ സാധാരണ ഗേറ്റ് പൾസ് കൊടുക്കുന്ന പോലെ ഫോട്ടോൺസ് ആണ് അല്ലെങ്കിൽ ലൈറ്റ് എനർജി ആയിരിക്കും ആ ജംഗ്ഷനിലേക്ക് കൊടുക്കുക. When the light energy is given to that junction, the junction will break down, right? നമുക്ക് അതായത് SCR ഒരു പ്രത്യേക SCR ഉണ്ട്, നത്തിങ് ബട്ട് LASCR, ദാറ്റ് ഇസ് ലൈറ്റ് ആക്ടിവേറ്റഡ് SCR. അതിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലൈറ്റ് ട്രിഗറിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമുക്കത് പറഞ്ഞുതരാം നെക്സ്റ്റ് ഇതിൽ ഞാൻ പറഞ്ഞുതരാം, നെക്സ്റ്റ് എക്സ്പ്ലനേഷനിൽ പറഞ്ഞുതരാം. സോ ലൈറ്റ് ട്രിഗറിംഗ് മെത്തേഡ് ബേസിക് ആയിട്ട് LASCR യൂസ് ചെയ്യുക. ഇറ്റ് ഇസ് ലൈറ്റ് ആക്ടിവേറ്റഡ് SCR. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മളൊരു ഫോട്ടോൺ ആണ് നമ്മുടെ ഈ ജംഗ്ഷൻ J2ലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക. ആൻഡ് ദ ഫൈനൽ എയിം ഇസ് ടു ബ്രേക്ക് ഡൗൺ ദ ജംഗ്ഷൻ J2 എന്ന ജംഗ്ഷനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, so what happened? That is the method of light triggering.
ഇനി ഫിഫ്ത്ത് വൺ ഈസ് നത്തിങ് ബട്ട് ടെമ്പറേച്ചർ അല്ലെങ്കിൽ തെർമൽ ട്രിഗറിംഗ് മെത്തേഡ്. ഓക്കെ, തെർമൽ ട്രിഗറിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് സിമിലർലി ഇവിടെ നമ്മൾ ലൈറ്റ് കൊടുക്കുന്നത് പകരം യു വിൽ ഹീറ്റ് അപ്പ് ദിസ് ജംഗ്ഷൻ വെൻ യു ഹീറ്റ് അപ്പ് ദ ജംഗ്ഷൻ ദ ഇലക്ട്രോൺസ് ഗെറ്റ് എന്താണ് electrons get energized, more collision happens. If more collision happens, the what happen അതിന്റെ width, അതായത് depletion layer width will be reduced, and what happens, the concentration carrier in the junction will be increased, and what happens finally, the junction J2 start to break down, and junction allow the carriers അല്ലെങ്കിൽ എന്താണ് electrons to move, and the SCR move to the conduction mode. So that's how the temperature അല്ലെങ്കിൽ thermal triggering occurs. So just study the 5 things: that is voltage triggering, gate triggering, dV by dt triggering, light triggering, and temperature or thermal triggering. Okay, I think you got the point. Okay, now let's move to the next question. Okay, അപ്പോൾ നമുക്കിന്ന് നമുക്ക് types of SCR നെ കുറിച്ച് പഠിക്കാം. What are the types of SCR? Basically there are 3 types of SCR. One is converter grade SCR, or you can say it as power frequency thyristors. Now, the second type is nothing but inverter grade thyristor. And the last one is that is LASCR, that is light activated SCR, in which you are using light triggering method to turn on the SCR. Okay, got the point? Now, what is converter grade SCR? Converter grade SCR, power frequency thyristor. Where is the application of this converter grade thyristor അല്ലെങ്കിൽ power frequency thyristor? നമ്മുടെ converter grade SCR, the name itself stands, that is converter grade SCR is used for rectification അല്ലെങ്കിൽ converter to convert, that is AC to DC. അപ്പോൾ നമുക്ക് AC to DC convert ചെയ്യാൻ like it works in the range of 50 hertz അല്ലെങ്കിൽ 50 hertz to 100 hertz. ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ഈ type of thyristors യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. But the power rating will be more, maybe in 6 kV അല്ലെങ്കിൽ 7 kV. You have Mitsubishi അല്ലെങ്കിൽ international rectifiers, okay, you have thyristors with 6.6 kV volt. അങ്ങനെ the voltage level will be high, but the frequency range will be 50 hertz to 100 hertz. Okay, so converted grade SCR അല്ലെങ്കിൽ power frequency thyristors are used for what? Slower switching range, that is 50 hertz to 100 hertz. Okay, got the point? Now, okay, അപ്പോൾ what will be inverted grade thyristor എന്ന് പറഞ്ഞാൽ inverted grade thyristor എന്ന് പറഞ്ഞാൽ it will be used for rectification അല്ല, in inverter application, that where you need faster switching range. അപ്പോൾ faster switching range application ആണ്. So this will be slower and this will be faster application. Okay, faster application ആണ് എന്ത് യൂസ് ചെയ്യാം, inverter grade thyristor. Converter grade thyristor will be used for slower application, which will be in the range of 50 hertz to 100 hertz. This will be in the range of 1 kilohertz ആയിരിക്കും. Okay, 1 kilohertz in ആ ഒരു ലെവലിലായിരിക്കും inverter grade thyristor യൂസ് ചെയ്യുക. Now, what is LASCR? That is light activated SCR. It's nothing but നമ്മുടെ ഗേറ്റ് പൾസ് പകരം you will give a light pulse അല്ലെങ്കിൽ you inject a light to the junction J2 to turn on this SCR, that is light activated SCR. Just for now you just understand, that's all. Okay, fine. Okay, you have 3 type of SCR ആണ്. എന്താണ് converter grade thyristor, which is used for slower rate and which will be in 50 hertz to 100 hertz, and the second one is inverter grade thyristor. ഇതൊക്കെ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ട് ഇന്റർവ്യൂലൊക്കെ ചോദിക്കുന്നതാണ് കൂടുതലും. So it will be in faster range of application, and 1 kilohertz ഒരു റേഞ്ചിലാണ് നമ്മുടെ ഇൻവെർട്ടർ ഗ്രേഡ് thyristor യൂസ് ചെയ്യുക, where you need a faster range of switching. Now LASCR, that is light activated SCR, and it is used for like ഇതിന്റെ ഗേറ്റ് നമ്മൾ കൊടുക്കുന്നത് ലൈറ്റ് അല്ലെങ്കിൽ ഫോട്ടോൺ ആയിരിക്കും. മീൻസ് you are injecting a light to turn on the SCR, LASCR, that is light activated SCR. You can understand from the name itself. Okay, ഒരു പോയിന്റ് കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, always you IG is to I anode. Just note, ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്യുക. It will be in the range of 1:1000. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്? Say your anode current is 1000 ampere. Just say your anode current is 1000 ampere. Then you need, at least you should give that the gate pulse, I mean gate you should give at least 1 ampere to turn on the thyristor. The ratio of IG is to I node will be 1:1000. That is anode പോകുന്ന കറണ്ട്
anode to cathode പോകുന്ന that is power സർക്യൂട്ടിലുള്ള കറണ്ട് if it is 1000 amperes you have to give at least 1 ampere to activate the thyristor, that is IG. That is your gate current IG. So ഇത് ചിലപ്പോൾ നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കാം what is the ratio of IG is to I anode, it will be 1:1000. Just note down that point. Okay, got the point? അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ട്രയാക്കിനെ കുറിച്ചാണ്. അപ്പോൾ ട്രയാക്കിനെ കുറിച്ച് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ ഓൾറെഡി അതിന്റെ ക്വാഡ്രന്റ് ഓപ്പറേഷൻസ് വെച്ച് പറയുമ്പോൾ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് എ ബൈപോളാർ ഡിവൈസ് ആൻഡ് എ ബൈ ഡയറക്ഷണൽ ഡിവൈസ് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ വി ഓൾസോ ടോക്ക്ഡ് അബൌട്ട് ദ ഫുൾ ഫോം ഓഫ് ട്രയാക്, ഡയാക്, SCR, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വിച്ച്, GTO. GTO കുറിച്ച് നമ്മൾ അടുത്ത് പഠിക്കും. ഇപ്പൊ ട്രയാക് ആണ് ഇപ്പൊ പഠിക്കുന്നത്. Okay, this is your symbol of triac. You have mainly 3-terminal. Okay, triac is a 3-terminal device with 5 layers in the triac. അപ്പോൾ മെയിൻ ആയിട്ട് 5 ലെയർ ഉണ്ട്. അതേപോലെ 3 ടെർമിനലും കൂടിയാണ് നമ്മുടെ ട്രയാക്കിനുള്ളത്. സോ വാട്ട് ആർ ദ ടെർമിനൽസ് ഓഫ് ദ ട്രയാക്? ഇത് സാധാരണ സിമ്പിൾ ഈസി ആയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് MCQ ക്വസ്റ്റ്യൻസിൽ. അതേപോലെ ഇതേ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് MT1, MT2, G. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ MT1, MT2 and G. MT1 ഉം MT2 ആണ് അതിന്റെ പവർ ടെർമിനൽസ്. G ആണ് അതിന്റെ കൺട്രോളിംഗ് ടെർമിനൽ. ഓക്കെ, G മീൻസ് ഗേറ്റ്, MT1 and MT2 is the പവർ ടെർമിനൽ. ഓക്കെ, ഇതിന്റെ സ്ട്രക്ചർ കണ്ടാ അറിയാം. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ബാക്ക് ടു ബാക്ക് കണക്റ്റഡ് SCR. രണ്ട് SCR അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച പോലെ ഉണ്ട്. എന്ത് ഈ ഇതിന്റെ സിമ്പിളാണ്. ആക്ച്വലി ഇറ്റ് ഇസ് റൈറ്റ്. അതായത് ബൈ ഡയറക്ഷണൽ കറന്റ് ഫ്ലോ നമ്മുടെ ട്രയാക്കില് പറ്റും. ഓക്കെ, അതായത് രണ്ട് ഡയറക്ഷനിലും നമുക്ക് കൺട്രോൾ ചെയ്യാം ബൈ കൺട്രോളിംഗ് ദ പൾസ് ഗിവൺ ടു ദ കൺട്രോളിംഗ് ടെർമിനൽ ഓഫ് നമ്മുടെ ട്രയാക്കിന്റെ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ കൺട്രോളിംഗ് ടെർമിനൽ ഓഫ് ട്രയാക്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഗേറ്റ് ടെർമിനൽ G. അപ്പൊ ഈ ജിയില് നമ്മൾ പൾസ് കൊടുക്കുന്നതനുസരിച്ച് ഇതിന്റെ രണ്ട് ഡയറക്ഷനുള്ള കറന്റ് ഫ്ലോയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ വാട്ട് ആർ ദ ലേയേഴ്സ് ഓഫ് ട്രയാക്? യു ഹാവ് എൻ N+ ലെയർ, യു ഹാവ് എ P, N, P and again N+ ലെയർ. പ്ലസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇറ്റ് denotes that layer is highly doped. So you have 2 N+ highly doped layers. അപ്പൊ ഈ N+ ലെയേഴ്സിലേക്കാണ് നമ്മുടെ പവർ ടെർമിനൽസ് കണക്ട് ചെയ്തിരിക്കുന്നത്. MT2 ഉണ്ട്, നമുക്ക് MT1 ഉണ്ട്. അതുപോലെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ MT1 അടുത്താണ് കിടക്കുന്നത്. യു ക്യാൻ സിമ്പിൾ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. സോ ദീസ് ആർ ദ ബേസിക് ലെയേഴ്സ്. വാട്ട് ആർ ദ 5 layers? N+, P and N+. So triac is basically 5-layer device, 3-terminal device. And എന്തൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള അപ്ലിക്കേഷൻ? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫാൻ റെഗുലേറ്റേഴ്സ്, അതേപോലെ ഡിമ്മിങ് ലാമ്പ് സർക്യൂട്ട്സ്. ഓക്കെ, ഫാൻ റെഗുലേറ്റർ നമ്മുടെ പണ്ടത്തെ വലിയ റെഗുലേറ്റേഴ്സ് ആയിരുന്നു, ഇപ്പൊ ചെറിയ റെഗുലേറ്റേഴ്സ് ആയിട്ട് മാറിയിട്ടില്ലേ. സോ ഇൻ ദാറ്റ് റെഗുലേറ്റേഴ്സ് യു യൂസ് യൂഷ്വലി ട്രയാക്. ഓക്കെ, ട്രയാക് ഡിവൈസസ് ആണ് നമ്മുടെ ഈ ഫാൻ റെഗുലേറ്ററിൽ യൂസ് ചെയ്തിട്ടുള്ള സ്വിച്ച് അല്ലെങ്കിൽ പവർ സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ the application are fan regulators and dimming lamp circuits. Now how we control the എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്? How like say if MT1 with respect to MT2 is positive, MT1 with respect to MT2 is positive. അതായത് if MT1 is positive and MT2 is negative, MT1 is more positive than MT2, അങ്ങനെയാണെങ്കിൽ ഗേറ്റ് സിഗ്നൽ you have to give a negative current pulse ആണ് നമ്മൾ എവിടെ കൊടുക്കേണ്ടത്? റിമെമ്പർ, കറന്റ് പൾസ് ആണ് കൊടുക്കേണ്ടത് ഗേറ്റില്. ഓക്കെ, സോ ബിക്കോസ് തൈറിസ്റ്റർ ഈസ് എ കറന്റ് ഡ്രിവൺ ഡിവൈസ്. തൈറിസ്റ്റർ ഈസ് എ കറന്റ് ഡ്രിവൺ ഡിവൈസ്. ഓക്കെ, ജസ്റ്റ് റിമെമ്പർ, ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. സോ ഇഫ് യു ഗിവ് എ നെഗറ്റീവ് പൾസ് ടു ദി ഗേറ്റ്, then you can activate MT1 to MT2. Okay, MT1 positive, MT2 negative ആണെങ്കിൽ you have to give negative gate pulse, and if MT2 is positive and MT1 is negative, you have to give positive gate pulse to the what? With respect to MT2. Positive with respect to gate, positive with respect to MT2. ഞാൻ MT2 നെ with respect to ആണ് എല്ലാം പറയുന്നത്.
MT1 is positive and MT2 is negative. You have to give what? Negative gate pulse, that is negative with respect to MT2. Okay? അപ്പം പറഞ്ഞു മനസ്സിലായി വിചാരിക്കുന്നു. ജസ്റ്റ് നോട്ട് ഡൗൺ ഓൾ ദീസ് പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ട്രാക്കിന്റെ പേരിൽ മനസ്സിലാക്കേണ്ട. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ നമ്പർ ഓഫ് ലെയേഴ്സ്, ടെർമിനൽസ്, അപ്ലിക്കേഷൻസ്, ഹൗ ടു ആക്ടിവേറ്റ് അല്ലെങ്കിൽ ഹൗ ടു കൺട്രോൾ ദ പവർ ഫ്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ ബാക്ക് ടു ബാക്ക് കണക്റ്റഡ് SCR. ഓക്കെ, അപ്പോൾ ട്രാക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ് വി വിൽ ഗോ ടു GTO, ദാറ്റ് ഇസ് ഗേറ്റ് ടേൺ ഓഫ് തൈറിസ്റ്റർ. അതായത് യു നോ നമ്മുടെ സാധാരണ തൈറിസ്റ്റർ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ടേൺ ഓഫ് the thyristor unless you have a commutation circuit. So if you have a commutation circuit, you can turn off the thyristor, and unless you don't have a commutation circuit, it is difficult to turn off a thyristor. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഗേറ്റ് ടേൺ ഓഫ് തൈറിസ്റ്റർ. ജസ്റ്റ് നമ്മളെല്ലാം ടച്ച് ചെയ്തിട്ടാണ് പോകുന്നുള്ളൂ. അത് മാത്രമല്ല നമുക്ക് നമ്മുടെ PSCക്ക്, അതായത് ഈ ടോപ്പിക് ഒന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഗേറ്റ് ലെവൽ പഠിക്കണം. ഓക്കെ, സോ വി ആർ പ്ലാനിങ് ഫോർ ലെവൽ 3 അല്ലെങ്കിൽ ലെവൽ 2, അതായത് ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ടോപ്പിക് കൂടുതൽ പഠിക്കാം. സോ ഇപ്പോൾ നമുക്ക് കേരള PSC ലെവൽ, അതല്ലെങ്കിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യണ ലെവലിൽ പഠിച്ചാൽ മതി. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് GTO, ദാറ്റ് ഇസ് ഗേറ്റ് ടേൺ ഓഫ് തൈറിസ്റ്റർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഗേറ്റ് ടേൺ ഓഫ് തൈറിസ്റ്റർ. ഹൗ ദിസ് ഡിവൈസ് ഇവോൾവ്ഡ്, എങ്ങനെയാണ് നമ്മുടെ ഈ ഡിവൈസ് വരാനുള്ള ഒരു ഇന്റൻഷൻ എന്തായിരുന്നു? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ടേൺ ഓഫ് ഇൻ ദ തൈറിസ്റ്റർ അല്ലെങ്കിൽ SCR. അതായത് SCR ടേൺ ഓഫ് ചെയ്യാൻ it was very difficult, അല്ലെങ്കിൽ it's not easy. So scientists thought of planning for another device, that is like GTO. അപ്പോൾ നമുക്ക് GTO എങ്ങനെ, what is the advantage of GTO? You can turn off the thyristor by giving a negative pulse to gate terminal G. Again, you know, it's with respect to the cathode. That I don't want to say, like കൂടുതൽ explain ചെയ്യേണ്ട ആവശ്യമില്ല. Anode, cathode and gate. This is your symbol. So you have you can give എന്താണ് ഒരു നെഗറ്റീവ് പൾസും അതുപോലെ പോസിറ്റീവ് പൾസും നമ്മുടെ ഗേറ്റ് ടെർമിനലിൽ കൊടുക്കാം. ലൈക്ക് ഇഫ് യു പോസിറ്റീവ് പൾസ്, ഇത് എന്താ സംഭവിക്കും? ദ സ്വിച്ച് വിൽ ബി ടേൺഡ് ഓൺ. ഇഫ് യു ഗിവ് എ നെഗറ്റീവ് കറന്റ് പൾസ്, then what happens? This thyristor അല്ലെങ്കിൽ GTO gets turned off. Okay, but there is a disadvantage for the device. It is a 4-layer device, 3-terminal device. It's nothing but നമ്മുടെ thyristor പോലെ തന്നെ it has an anode, cathode, gate terminal, and it is 4-layered only. N plus, that is N is more doped. Okay. Now, what is the disadvantage of GTO? അതായത് നമ്മുടെ എല്ലാ സംഭവം എല്ലാം ഓക്കെയാണ്. അതായത് SCRന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് കോപ്പ് ചെയ്യാൻ വേണ്ടി GTO ഇവോൾവ് ചെയ്തു. ലൈക്ക് if you give a negative gate pulse to the gate terminal, you can turn off the thyristor. Now the problem is turn off ചെയ്യാൻ you need a high amount of current, that is high amount of negative current to turn off the GTO. അല്ലേ? അപ്പൊ മുന്നേ ഞാൻ പറയുന്നത് റേഷ്യോ ഓഫ് IG is to IA എന്ന് പറയുന്നത് 1:1000 ആയിരുന്നു. Now you have to, like, the ratio will become 200:1000. See the increase of the negative pulse. അതായത് നിങ്ങൾക്ക് 1 ആംപിയർ ആണ് നമ്മുടെ തൈറിസ്റ്റർ ടേൺ ഓൺ ചെയ്യാൻ വേണ്ടതെങ്കിൽ you should at least give 200 ampere to, that is 200 negative current to turn off the thyristor. So that level of increase of the current, അതാണ് നമ്മുടെ ഇതിലത്തെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ യു നീഡ് എ ഹൈ എമൗണ്ട് ഓഫ് കറന്റ് ടു ടേൺ ഓഫ് ദ തൈറിസ്റ്റർ. സോ ഇൻ ഓർഡർ ടു കോപ്പ് അപ്പ് ദാറ്റ്, അഗൈൻ എന്താണ് നമ്മുടെ സയന്റിസ്റ്റ് വേറൊരു ഡിവൈസ് കണ്ടെത്തി. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് IGCT, ദാറ്റ് ഇസ് ഇന്റഗ്രേറ്റഡ് ഗേറ്റ് കമ്മ്യൂട്ടേറ്റഡ് തൈറിസ്റ്റർ. അതിലെന്താണെന്ന് വെച്ചാൽ ദർ ഇസ് എൻ ഇൻബിൽഡ് ആംപ്ലിഫയർ സർക്യൂട്ട് ഉണ്ട് നമ്മുടെ ഗേറ്റ് ഏരിയയിൽ, അല്ലെങ്കിൽ ഗേറ്റ് പൾസ് കൊടുക്കുന്ന നമ്മുടെ കൺട്രോളിംഗ് സർക്യൂട്ട്, ഒരു ആംപ്ലിഫൈഡ് കൺട്രോളിംഗ് സർക്യൂട്ട് നമ്മുടെ ആ ഒരു ഡിവൈസിന്റെ ഉള്ളിലുണ്ട്. ഇതിൽ IGCT, ദാറ്റ് ഇസ് ഇന്റഗ്രേറ്റഡ് ഗേറ്റ് കമ്മ്യൂട്ടേറ്റഡ് തൈറിസ്റ്റർ. അവിടെ നമുക്ക് വീണ്ടും എന്താണ്, യു ക്യാൻ യൂസ് ലെസർ എമൗണ്ട് ഓഫ് നെഗറ്റീവ് കറന്റ് ടു ടേൺ ഓഫ് ദ തൈറിസ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താ അഗെയിൻ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തു. നൗ ദിസ് thyristor is going to make the new era in the future. Right? അപ്പൊ IGCT ആണ് നമുക്ക് ഇപ്പോൾ കൂടുതലും എന്താണ് ഉപകാരപ്പെട്ട് വരുന്നത്. വേറൊന്നുമല്ല, യു ക്യാൻ ടേൺ ഓഫ് ദ തൈറിസ്റ്റർ യൂസിങ് എ നെഗറ്റീവ് കറന്റ് പൾസ്, ടേൺ ഓൺ വിത്ത് പോസിറ്റീവ് കറന്റ് പൾസ്. സോ എന്താണ് IGCT എന്ന് പഠിച്ചു വയ്ക്കുക, എന്താണ് GTO എന്ന് പഠിച്ചു വയ്ക്കുക, അതിന്റെ എത്ര ലെയർ ഉണ്ട്. ഇറ്റ് ഇസ് 4-layer 3-terminal device,
and the symbol is like this. And what is IGCT? Integrated Gate Commutated Thyristor. എന്താണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്? We need a high current to turn off the GTO, and here there will be an inbuilt amplifier circuit for this IGCT to turn off. So you can give a negative current pulse, like lesser negative current pulse. So അങ്ങനെ നെഗറ്റീവ് ലെസർ കറണ്ട് പൾസ് കൊടുത്താലും ഇറ്റ് വിൽ ടേൺ ഓഫ്. സോ ക്ലിയർ ആയി വിചാരിക്കുന്നു, ടോപ്പിക് ക്ലിയർ ആയി വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്ന് പഠിച്ചത് SCR ട്രിഗറിംഗ് മെത്തേഡ്സ്, പിന്നെ എന്താണ് ട്രയാക്ക്, എന്താണ് GTO. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിനെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും വിത്തിൻ എ ഷോർട്ട് വൈൽ. ഓക്കെ, അധികം ലാഗ് അടിപ്പിക്കില്ല ക്ലാസ്. എന്തായാലും 1-2 ദിവസത്തിനുള്ള അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യും. അപ്പൊ എല്ലാവരും സൺഡേക്ക് വേണ്ടിയിട്ട് അടുത്ത പവർ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പവർ ഇലക്ട്രോണിക്സ് പഠിക്കുക. അപ്പോൾ പവർ ഇലക്ട്രോണിക്സിന്റെ MCQ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ വീക്ക്ലി ടെസ്റ്റ് പവർ ഇലക്ട്രോണിക്സിന്റെ വീക്ക്ലി ടെസ്റ്റ് ആയിരിക്കും. സോ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു, സ്റ്റേ ട്യൂൺഡ്. ആൻഡ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ടു ദ മാക്സിമം. സോ ഞങ്ങൾക്കും അതൊരു ഉപകാരമാണ്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.